കഴിഞ്ഞ ദിവസത്തെ 24 ന്യൂസിൻ്റെ തമ്മിൽ പ്രോഗ്രാമിൻ്റെ ഡിബേറ്റ് ടോപ്പിക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് വിലക്കോ. ഒന്നാമത്തെ വിഷയം, ഇതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത് 24 ന്യൂസ് ഒന്ന് ചിന്തിക്കണം. ഇത് ചുമ്മാ ഇവിടെ കുറേ വസന്തങ്ങൾക്ക് ഇതിങ്ങനെ റിപ്പീറ്റ് ലൂപ്പ് മോഡിൽ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു നൂലിട്ട് കൊടുക്കരുത്. ഓക്കെ, ഇവിടെ ഒരു സ്ത്രീ എന്തോ അവരുടെ ഇഷ്ടത്തിന് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവർ ഡ്രസ്സ് ചെയ്തോട്ടെ. ഇത് ഈ കുറേ വസന്തങ്ങൾ വന്നിരുന്നിട്ട് ഇത് വീണ്ടും ഈ യങ് ജനറേഷൻ ഈറ്റങ്ങളെ കാണുമ്പോഴല്ലോ കളിയാക്കി വിടുകയാണ്. അതുപോലെ കുറേ സ്പെസിമെൻസിനെയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഡിബേറ്റ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചാനലിൻ്റെ ആ ഡിബേറ്റ്, ആ ഒരു SK എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അയാളുടെ ചർച്ചകൾക്ക് സൊസൈറ്റിയിൽ അത്യാവശ്യം ഒരു റേഞ്ച് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് താഴെ പോകുന്ന ടോപ്പിക്കുകൾ എടുക്കരുത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോഴും സ്ത്രീകളുടെ വസ്ത്രധാരണം, അതിൽ ആണുങ്ങൾക്ക് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്, ഇതൊക്കെ സംസാരിച്ചിരിക്കേണ്ട എന്തോ. ഇത് ഞാൻ ഒരിക്കലും ഭയങ്കര ഇഴകീറി മുറിച്ച് ഇതിനകത്ത് കാര്യങ്ങൾ ഈ വസന്തങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പോകുന്നില്ല. ഇതിനകത്ത് വന്ന കുറേ വസന്തങ്ങളെ ട്രോളുക എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ രീതിക്ക് തന്നെ കണ്ടാലും മതി. ചെയ്യുമ്പോൾ അതിന് ചില ലിമിറ്റുകൾ വേണം എന്ന് പറയുന്ന പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അശ്ലീലം, അതല്ലെങ്കിൽ അറപ്പുളവാക്കുന്ന എന്നൊക്കെ പറഞ്ഞവർ സംസാരിക്കാറുണ്ട്. ഡീസൻസി എവിടെയാണ്? അതല്ലെങ്കിൽ വസ്ത്രധാരണത്തിൽ മാന്യത എവിടെ ഫിക്സ് ചെയ്യണം? നമ്മൾ അന്വേഷിക്കുകയാണ്. മാന്യത എവിടെ ഫിക്സ് ചെയ്യണം എന്നുള്ളതൊന്നും അന്വേഷിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം അത് ഫിക്സ് ചെയ്യാൻ നടക്കുന്ന ആളുകളൊന്നും ഇപ്പം നിങ്ങൾക്ക് വിരലിലുണ്ടാവുന്നവരെ കാണാൻ പറ്റും. കാരണം വസന്തങ്ങളൊക്കെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോകാൻ തുടങ്ങി. അവരൊക്കെ വംശനാശം വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രായം കൂടി പോകുമ്പോൾ അങ്ങനെ വംശനാശം പിടിച്ചവരൊക്കെ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിടണം അവരെയൊക്കെ. പിന്നെ ഇത് ആണുങ്ങളെ മാത്രം പ്രശ്നം എന്നുള്ളത് ആരാ പറയുക? ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ളത് വേറൊരു സ്ത്രീക്കാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ്. ഒരു സ്ത്രീ പുറത്ത് ഡ്രസ്സിട്ട് പുറത്തിറങ്ങുന്നു, ആ സ്ത്രീയെ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആ സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ അവരോട് നേരിട്ടല്ലെങ്കിൽ പോലും ഒരു കമൻറ്റ് പാസ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തും പറയുന്നത് വേറെ സ്ത്രീകളായിരിക്കും സാർ. അല്ലാതെ ആണുങ്ങളൊന്നും ആവുന്നില്ല. ഓക്കെ, ഏറ്റവും കൂടുതലൊരു സ്ത്രീയാണ് വേറെ സ്ത്രീയുടെ ഓളെ ഡ്രസ്സ് കൊള്ളാലോ, ഓളെ ഡ്രസ്സ് ഇങ്ങനെയാണോ അങ്ങനെയാണോ. ഈ സാധനം സ്ത്രീയാണ് വേറെ സ്ത്രീയുടെ ഡ്രസ്സിന് അധികം നോക്കാറ്. ആണുങ്ങൾ നോക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, നോക്കുന്നവരുണ്ടാവുമായിരിക്കും. പക്ഷേ എണ്ണം കൂടുതൽ സ്ത്രീ തന്നെ. അത് സ്ത്രീകളോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കേസാണ്. വട്ടിയൂർക്കാവ് അജിത് കുമാറാണ് ഒരാൾ അവിടെ പാനലിൽ വന്നിരിക്കുന്നത്. ഇവനാണെങ്കിൽ ലോകോത്തര മയിലാണ്. ഇവനെ പച്ചത്തറി വിളിക്കാതെ എനിക്ക് പറ്റൂല. ഇവനെ കാണരുത് തെറി വിളിച്ച് വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു മൂഡ്. കാരണം ഇവൻ്റെ വായിന്ന് വരുന്ന വെടലത്തരം സഹിക്കാൻ പറ്റില്ല. ഇവനൊക്കെ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ഇവൻ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും തന്തയാണെന്ന് പറഞ്ഞിട്ട് അവൻ സംസാരിക്കുക. കഴുത്തിലൊരു കോണവും കെട്ടി തൂക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് പറയുക, മെൻസ് അസോസിയേഷനാണ് പോലും. ആണുങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഒരു മെൻസ് അസോസിയേഷനും ഇല്ല. ഏതെങ്കിലുമൊക്കെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തമ്പുരാൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒത്തുതീർപ്പാക്കാനും അത് കോംപ്രമൈസ് ചെയ്യാനും അതിനു വേണ്ടി വർത്തമാനം പറയാനും ഇവനൊക്കെ കാണാറുണ്ട്. എന്നിട്ട് ഇവനെയാണ് ഇപ്പോൾ ആണിന് വേണ്ടി സംസാരിക്കണം, ആണുങ്ങളുടെ മൊത്തത്തിലുള്ള തന്തയെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുള്ളത്. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ വെടലുകളൊന്നും വിളിച്ച് കയറ്റി ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കരുത് ഇവനൊന്നും. ഞാൻ ആദ്യം ഹനാനിൽ നിന്ന് തുടങ്ങാം. ഈ കുട്ടിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴും സ്നേഹത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. നടന്നു വരുന്നത്, പോകുന്നത്, മറ്റ് വസ്ത്രധാരണം എല്ലാം ചിന്തിച്ചിട്ട് തന്നെയാണ് ഓരോ പുരുഷനും ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം കൊടുക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു എങ്ങനെയുണ്ട് ഇവന്റെ വർത്താനത്തിൽ ഒരു സ്ത്രീയുടെ ബഹുമാനം ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇവൻ കൊടുക്കുന്നത് ഈ പറഞ്ഞ ഡ്രസ്സിങ്ങിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിങ് നോക്കിയിട്ടുമാണ്. അതിന് ഇവൻ എല്ലാ പുരുഷന്മാരെയും കൂട്ടുപിടിക്കുന്നുണ്ട്. ഇവൻ എന്തിനാ മാറി സംസാരിക്കുമ്പോൾ എല്ലാ ആണുങ്ങളെ കാര്യം പറഞ്ഞ് സംസാരിക്കുന്നത്? നമുക്ക് എൻ്റെ കാര്യം പറഞ്ഞ് പോയാൽ പോരെ. ഇവനെ സംബന്ധിച്ചിടത്തോളം പർദ്ദ ഇട്ട സ്ത്രീകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവന് ദ സോ കോൾഡ് ഇവൻ്റെ മാന്യത എന്ന് പറഞ്ഞ് ഇവൻ വെച്ചിട്ടുള്ള ആ ഡ്രസ്സിങ് സെൻസിലുള്ളവർ, അത്രയ്ക്ക് ഇവനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവനില്ല. ഇവന് വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവന് വല്ല പ്രശ്നമുണ്ടോ? ഇവന് വയ്യാതാവോ? ഇവന് വല്ല മറ്റേ സ്ലീവ്ലെസ് ഇട്ട സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അതാണ് തോന്നുന്നു. അവിടെ ഹനാൻ ഒരു സ്ലീവ്ലെസ് ഇട്ട ഡ്രസ്സാവുന്നുള്ള ഹനാനെ കണ്ടപ്പോൾ ഇവന് വയ്യാതായിട്ടുണ്ട്. ഹനാനുള്ള ബഹുമാനം പോയി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് ഡ്രസ്സിങ് നോക്കിയിട്ടാണോ ബഹുമാനത്തിന് കണക്ക് പറയുന്നത്? പ്രവൃത്തിയിലല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവനെ തെറി വിളിക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല.
അസൈസ് വെടലയാണ്. ഞാൻ പറഞ്ഞല്ലോ, മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് വെടലത്തരം വിളിച്ച് പറയുന്നത് മാത്രം പറയുന്ന ഒരുത്തൻ, അങ്ങനത്തെ ഒരു പീക്കോക്ക്. അജിത് കുമാറിന്റെ ആദരവിരിക്കുന്നത് വസ്ത്രത്തിലാണ്. വസ്ത്രത്തിൽ മാത്രമല്ല പ്രവൃത്തിയിലും വേണം. അതുകൊണ്ട് അത് പ്രവൃത്തിയും വേണം. വസ്ത്രധാരണം നമ്മൾ ആദ്യം ഏതൊരാളിനെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം വസ്ത്രമല്ലേ നമ്മൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്വഭാവവും പിന്നെയുള്ള പുള്ളിക്കാരി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പുരുഷന്മാർ എപ്പോഴും ഒരു മാനദണ്ഡം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇവൻ വീണ്ടും പുരുഷന്മാര് എന്ന് പറഞ്ഞു പോകും. വസ്ത്രധാരണത്തിൽ ഇവൻ ബഹുമാനം കൊടുക്കുന്നൊക്കെയാ പറയുന്നത്. ഇവനിട്ട് വന്ന വസ്ത്രം ഇവന്റെ വിചാരം ബഹുമാനം കിട്ടുന്നതാണ്. പക്ഷെ ഇവന്റെ പ്രവൃത്തി കാരണം ഇവനൊരു ചുക്കും കിട്ടിയിട്ടില്ല ഇതുവരെ. കാരണം എന്താ, വീട്ടിലിരിക്കുന്ന അമ്മേനെയും ഭാര്യനെയും പൈസ കിട്ടിയാൽ കൊന്നുകളയും, വന്നിട്ട് ഫ്ലെക്സ് വെക്കുന്ന പറയുന്ന നാറിയാണ്. അതാണ് ഇവന്റെ പ്രവൃത്തി. ആ പ്രവൃത്തി കയ്യിൽ വെച്ചുകൊണ്ട് കോട്ടും സൂട്ടും ഇട്ട് വന്ന ഏതെങ്കിലും ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കയറിയിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബഹുമാനം കിട്ടാറുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? അല്ല, ഈ ബഹുമാനം കിട്ടുന്ന മീറ്ററിലുള്ള ഡ്രസ്സിങ് ആണല്ലോ ഈ പറഞ്ഞുള്ള സോക്കോൾഡ് സാധനങ്ങളൊക്കെ. അങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരുത്തന്നാണല്ലോ പറയുന്നത്. ആദ്യം ഇവന്റെ കഴുത്തുനിന്ന് ആ കോണകാല് പറിച്ചു കളയണം, ഇവന്റെ ടാഗ് കോപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് കാണുന്നത് എനിക്ക് കാര്യമാണ്. കാരണം മൊത്തം ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടാഗ് ഇട്ടുള്ള നടപ്പുണ്ടല്ലോ. എന്നിട്ട് എന്ത് പറഞ്ഞാലും എല്ലാ ആണുങ്ങളും, ഞങ്ങളാണുങ്ങൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ അത് കുത്തിക്കയറ്റാൻ നിൽക്കുന്നത്? എന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. താങ്കളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നതാണല്ലോ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഞങ്ങൾക്ക് ഇവിടെ വസ്ത്രം ധരിച്ച് നടക്കാൻ? ആനാനോടൊക്കെ പറയുള്ളത് ഇവനൊന്നും ആണുങ്ങളെ റെപ്രസെന്റ് ചെയ്ത് മൊത്തം ആണുങ്ങളെ റെപ്രസെന്റ് ചെയ്ത് വന്നിരിക്കുന്നൊന്നും അല്ല. ചാനൽ വിളിച്ചു വരുത്തി അവിടെ വന്നിരുന്നു വിചാരിച്ചിട്ട് ഇവനെ ഒന്നും പിടിച്ചിട്ട് മറ്റേ മൊത്തം ആണുങ്ങളുടെ റെപ്രസെന്റേറ്റീവ് പറഞ്ഞു കളയരുത്. ഇനി എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാലും അങ്ങനെ പറയാതെ ഇവനൊക്കെ ഒഴിവാക്കി വിടുക ഒരു സൈഡിൽ കൂടി. അവർ പോട്ടെ എന്ന് പറയണം. ഇവനൊക്കെ ഇത് പറയും തോറും എന്താ പറയുക, ഭയങ്കര മോട്ടിവേഷനാ. ഞാൻ മൊത്തം ആണുങ്ങളാളാണ്. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളായാലും ഞങ്ങളുടെ കരിയറായാലും ഇതെല്ലാം എന്താണ്, എത്ര ബഹുമാനം അർഹിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അളവും നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? നിങ്ങളെ ബഹുമാനിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് എന്റെ അവകാശമാണ്. നിങ്ങളുടെ അവകാശം ബഹുമാനിച്ചോളൂ. നിങ്ങളുടെ ബഹുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കാണ് വേണ്ടത്? ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ബഹുമാനിക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്റെ തീരുമാനത്തിലാണ് ഇരിക്കുന്നത് കാര്യം. അതുകൊണ്ടാണ് താങ്കൾക്ക് ഒരു വീഡിയോ ഞാൻ വ്യക്തമായി കേട്ടിരുന്നു. എനിക്ക് പറയാനുള്ള ആർജവും കൂടെ താങ്കൾ കാണിക്കണം എന്നുള്ളതുണ്ട്. പറയുന്ന കാര്യം കേൾക്കാൻ പോലും സമ്മതിക്കാതെ ഇയാൾ എന്ത് പുരുഷ പ്രതിനിധിയാണ്? ആദ്യം ഇവന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കണം. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൂടി ഇവനുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇവനൊക്കെ ഈ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ വസ്ത്രധാരണം ഉള്ളത് കൊണ്ട് ഒരു സ്ത്രീക്ക് നെഗറ്റീവ് കമന്റുകൾ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവന്റെയൊക്കെ വീഡിയോനടിയിൽ പോയിട്ട് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? വെറും തെറിവിളികൾ മാത്രമാണ് ഇവനൊക്കെ കിട്ടാറ്. റോഡിലിറങ്ങിയാൽ തല്ലും കിട്ടിയ ചരിത്രമുണ്ട്. ഇതൊക്കെ ഇവന്റെ വസ്ത്രധാരണം കൊണ്ടായിരിക്കും അല്ലേ? വസ്ത്രധാരണം കാരണമായിരിക്കും. ഇവിടെ ഈ ഇടയിലെ SK പറയുന്നുണ്ട് മറ്റേ സംസ്ഥാന പ്രസിഡന്റാണ് ആണുങ്ങൾ ഇത്. ഇയാളെ വിളിച്ചിരുത്തി ഊക്കി വിടാനാണോ കൊണ്ടുവന്നിരുത്തി? ഞാൻ അതാ സത്യത്തിൽ ആലോചിച്ചു പോയേ. കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് SK ഊക്കി വിടണം ഈ ചെങ്ങായിന്. അവർക്ക് കോമഡി പീസായിട്ട് ഒരുത്തരം വേണം, അതിനോട് തിരുത്തിയതാവുന്നു. പിന്നെ എഗെയിൻ ഞാൻ പറയുന്നു, ഒരു ഡ്രസ്സിങ്ങിൽ ആണോ ഒരു സ്ത്രീക്ക് നമ്മൾ കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഇരിക്കുന്നത്? ഒരു ആണിനാണെങ്കിലും പെണ്ണാണെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണ് അവരോടുള്ള റെസ്പെക്ട് എന്ന് പറയുന്നത്. അത് ഒട്ടും ലൈഫിൽ ഒരു ചെയ്ത്തിലൂടെയും കിട്ടാത്ത ഒരുത്തനാണ് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറൊക്കെ. അപ്പൊ ഇവനൊക്കെ ഈ പറഞ്ഞ സാധനം റെസ്പെക്ട് എന്ന് പറഞ്ഞ വാക്കിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ എന്ത് യോഗ്യതയാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. സ്വന്തമായിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത് ഒരു റെസ്പെക്ട് ഏൺ ചെയ്യാത്ത ഒരുത്തനാണ് വന്നിരുന്ന് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോഴാണ് എനിക്ക് സ്ത്രീയോട് റെസ്പെക്ട് തോന്നുന്നത് എന്നുള്ളത്. എങ്ങനെയുണ്ട്? കഷ്ടം. ഇതെന്താ പറയുക, ചില സാധനങ്ങളുണ്ട് ഇതുപോലെ. സ്ത്രീകളോടുള്ള വിരോധം ഒന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തം ചിന്താഗതി. മൂന്നാമത്തെ കാര്യം മതം, എക്സ്ട്രീമിസം. മതത്തിൽപ്പെട്ട എക്സ്ട്രീമിസം. അത് ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യനിലും ഉണ്ട്, 3 മതത്തിലും ഉണ്ട്. അങ്ങനത്തെ വസന്തങ്ങളൊക്കെയാണ് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും. ഒരു സ്ത്രീയുടെ വസ്ത്രമാണ് അവളുടെ റെസ്പെക്റ്റ്. ആ സ്ത്രീ ആ വസ്ത്രം ഇട്ട് പോയത് കൊണ്ട് അവൾ സേഫായി. ആ സ്ത്രീ ഈ വസ്ത്രം ഇട്ട് പോയത് കൊണ്ട് അവൾ സേഫായില്ല, അവൾ പീഡിപ്പിക്കപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കേരളത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീകൾ, ഇപ്പോഴത്തെ ജെൻസി പിള്ളേർ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമായിരിക്കും, പക്ഷേ വലിയൊരു വിഭാഗം സ്ത്രീകൾ ഇനി ഇരിക്കുന്നുണ്ടല്ലോ. ഇവര് പറയും കൃത്യമായിട്ടും ആ കുട്ടി എങ്ങനെയാണ് എന്താണെന്നുള്ളത്. കാരണം ഈ കുട്ടിക്ക് വേണ്ടി
ഇതിലേ ഹനാൻ ഒരു സ്ലീവ്ലെസ് ഉള്ള ഡ്രസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത്രയും കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയത്. ഇത് വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ പോലുള്ള മെന്റാലിറ്റി ഉള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്കിത് സഭ്യമായ വസ്ത്രധാരണമല്ല. എന്നിട്ട് മൂപ്പർ ആ ഫ്ലോറിൽ ഇരുന്ന് പറഞ്ഞത് കേട്ടോ, എനിക്ക് ഈ വസ്ത്രധാരണത്തിൽ ഒരു കുഴപ്പമില്ല, പിന്നെ ഏത് വസ്ത്രധാരണത്തിനെ കുറിച്ച് ആ ചൊപ്പ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എരപ്പ. ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് പുള്ളി ഇതേപോലെ സ്ലീവ്ലെസ് ഇട്ട് പോകുന്ന ആൾക്കാരുടെ വസ്ത്രധാരണത്തിന് റെസ്പെക്ട് കൊടുക്കില്ല. ഒരു സ്ത്രീ മുന്നിൽ ഇരുന്നുകൊണ്ട് എൻ്റെ വസ്ത്രധാരണത്തിൽ ഇതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ഒരു വായിൽ പഴം വെട്ടിയിരുന്നു. എന്നിട്ടാണോ വന്നിരുന്നിട്ട് പറയുന്നത് ഇല്ല മറ്റേ വസ്ത്രധാരണം ഞാൻ റെസ്പെക്ട് ചെയ്യുള്ളൂ എന്നുള്ളത്. ഇങ്ങനത്തെയൊക്കെ ലോക ഫ്രോഡുകൾ നേർക്ക് നേരെ നിന്നിട്ട് ഓനോട് ആ കാര്യം ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നു. ഇവനൊക്കെ എന്തിനടാ വലിച്ചു കയറ്റി ഈ സാധനത്തിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തണേ? പിന്നെ അവൻ്റെ മറ്റേ വർത്താനം, ഞങ്ങൾ സഹായിച്ചിട്ടാണ് ഈ ഇതുവരെ എത്തിയത്. എടാ നായി എരന്നാ തിന്നിട്ടുള്ളത്. തെറി വിളിച്ചതിന് സോറി. കാരണം എന്താ പറയുക, ഇവൻ ഈ മെൻസ് അസോസിയേഷൻ്റെ സാധനം ഉണ്ടാക്കി ഇവൻ്റെ ഗ്രൂപ്പിനകത്ത് കാശ് പിരിവ് നടത്തി അമ്മേനെ കൊല്ലണം ഭാര്യനെ കൊല്ലണം ഫ്ലെക്സ് വെക്കണം എന്ന് പറഞ്ഞിട്ട് പൈസ പിരിച്ചിട്ടുള്ള മാറി ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകണത് അല്ലേ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഈ ഹനാനെ ഹെൽപ്പ് ചെയ്തവരെ പിന്നെ അങ്ങോട്ട് ചോദ്യം ചെയ്തിട്ട് അവരെ ഇല്ലായ്മ ചെയ്യാന്നാണോ? അങ്ങനെയാണോ? ഈ നാറിനെ കണ്ടാൽ എനിക്ക് പൊട്ടും. ഇവനെ 10 പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല. അതുകൊണ്ടാണ് ഞാൻ തെറി വിളിച്ചത്. നിങ്ങൾ ക്ഷമിക്കണം എന്നോട്. ജനാധിപത്യ ഒരു ഭരണാവകാശമാണ്, പ്യൂർലി അത് ചോയ്സ് ആണ്. പക്ഷെ ചോയ്സ് എവിടുന്ന് വരുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോ പിന്നെ അജിത് കുമാറിനോട് ഞാനും വിയോജിക്കുകയാണ്. ഒരു ഡ്രസ്സിങ്ങിലല്ല റെസ്പെക്ട് വേണ്ടത്, ഒരു സ്ത്രീന്റെ പേഴ്സണാലിറ്റിയിലാണ് റെസ്പെക്ട് വേണ്ടത്. പക്ഷെ ആ പേഴ്സണാലിറ്റിയെ സ്ത്രീയുടെ ഒരു ബ്യൂട്ടി ഓവർറൂൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ ചോയ്സ് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ധരിക്കുന്ന വസ്ത്രം അത് ആരാണ് ആ ചോയ്സ് ഡിഫൈൻ ചെയ്തത്? അവിടെ പ്രശ്നമുണ്ട്. പറഞ്ഞല്ലോ ഇപ്പോ മിസ്സിന്റെ മത്സരത്തിലെ ജഡ്ജസിൽ അവിടെ റൂളുണ്ട്. 2015 കാൻ ഫിലിം ഫെസ്റ്റിവലില് ഈ ഗാലയിലുള്ള റെഡ് കാർപ്പറ്റ് ഉണ്ട്. ആ റെഡ് കാർപ്പറ്റിൽ ഹൈ ഹീൽ ഷൂ ഇടണം എന്നുള്ള നിയമമുണ്ട്. അത് ഇടാത്ത സ്ത്രീകൾ അവിടുന്ന് പുറത്താക്കിയതിന് ലോകത്ത് മുഴുവൻ വലിയ പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പൊ ഹൈ ഹീൽ ഷൂസ് ഇടണ്ട ഒരു സ്ത്രീക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ അതിന് അനുവദിക്കാത്ത ഒരു സ്ഥലം അവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെയാണ് സ്ത്രീന്റെ ചോയ്സ്? അപ്പൊ ആരാണ് ഈ ചോയ്സ് ഡിഫൈൻ ചെയ്യുന്നത്? ഇത് സത്യത്തിൽ ഫെമിനിസ്റ്റ് ഓതറായ സാൻഡ്രാലിയൊക്കെ 1990 അവരുടെ ഡൊമിനൻസ് ആൻഡ് ഫെമിനിസം എന്നുള്ള പുസ്തകത്തില് ഫിനോമിനൽ ഓഫ് ഒപ്രഷൻ അടിച്ചമർത്തലിന്റെ പ്രതിഭാസം എന്നുള്ള പുസ്തകത്തിൽ 90 പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഈ ചോയ്സ് അല്ല, ഇതൊരു ഇല്യൂഷൻ ഓഫ് ചോയ്സ് അല്ല. സത്യത്തിൽ ഇവർ അനുഭവിക്കുന്നത് ഒരു സൈക്കോളജി ഓഫ് ഒപ്രഷൻ ആണ്. അതായത് ഒരു പാട്രിയാർക്കി. കാരണം ഇവര് സത്യത്തിൽ ഞാൻ ഇവരെന്ന് പറയുന്നത് നിങ്ങളല്ലട്ടോ, ഞാൻ ഈ ഇതിനെ അനുകൂലിക്കുന്ന ഇവര് സത്യത്തിൽ എന്റെ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ധരിക്കുന്ന ഒരു വസ്ത്രം അത് സത്യത്തിൽ സെക്ഷുവലി പ്രൊവോക്കേറ്റീവ് ആണ്. ഡീൻ ബെർണറ്റിന്റെ ദ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തില് ഇത് സെക്ഷുവലി അതിലേക്ക് വരാം. ആ പദമൊക്കെ ഒരു പബ്ലിക് സ്പേസിൽ അത് പറയുന്നത് ആരെ പ്രൊവോക്ക് ചെയ്യുന്നു? സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന്റെ ഭാഗം എഡ്യൂക്കേഷൻ സെക്ടറിൽ വരുന്ന ഡ്രസ്. ഇത് തിയറി അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ച് സംസാരിക്കുന്ന വേറൊരു വസന്തം. ഇത് കുറച്ച് ബുദ്ധിജീവി വസന്തമാണ്. ഈ ചങ്ങായി പറഞ്ഞല്ലേ സെക്ഷലി പ്രൊവോക്കേറ്റിംഗ് ആണ്. ഏത് സ്ത്രീകളെ ഒരു ഇല്യൂഷനിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇവരിപ്പോൾ ഈ പറയുന്ന സ്വാതന്ത്ര്യം. ഇവൻ കുറേ ടെക്നിക്കലി പറയും, ഞാൻ നോർമലായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നോർമലി സ്ത്രീയുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രസീവ് മൈൻഡ് സെറ്റുള്ള സ്ത്രീകൾ പറയുന്നത് ഇത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുമ്പോൾ ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആൺവർഗം തന്ന ഒരു ഇല്യൂഷനാണ്. ഇപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് ആണുങ്ങളാണ് എന്നും അവർ നിങ്ങളെ കൊണ്ട് അടിച്ചേൽപ്പിക്കുകയാണ് ഇതുപോലുള്ള, അതായത് സ്കിന്ന് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ മൊത്തം കവർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു വസ്ത്ര സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ട്രാപ്പിലാക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് ഇവനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. ഇവൻ പറഞ്ഞ കാൻ ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിലും ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഡ്രസ് കോഡുകൾ തീരുമാനിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ എന്താ പറയുക അതിൻ്റെ മാൻഡേറ്ററി ആയിട്ടുള്ള പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നതോ ആണുങ്ങൾ മാത്രം ഇരുന്നുകൊണ്ടായിരിക്കുമോ? ആണും പെണ്ണും ഒക്കെ ഇരുന്നിട്ട് അവർക്ക് അത് ഒഴിവാക്കും. ഇപ്പോൾ ഹീൽസ് ഒഴിവാക്കിയൊരു പ്രശ്നം പറഞ്ഞു. അതിനൊക്കെ വാലിഡ് റീസൺസ് അവരുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു, എന്തുകൊണ്ട് ഈ ഡ്രസ് കോഡ് പറയുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു ഇവൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡ്രസ് കോഡ് എന്ന് പറയുന്നത് അവർക്ക് ആ ഇവൻറ്റ് പുറത്ത് ക്യാമറയിലൂടെ വീഡിയോയിലൂടെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് വരാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന സാധനങ്ങളാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ
ഇത് ഭയങ്കര സെക്ഷലി പ്രൊവോക്കേറ്റ് ചെയ്യും ആണുങ്ങളെ. ഇത് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാക്കും, ഈ ഡ്രസ്സ് ഇത് എങ്ങനെ? ഇത് ആണിന് മാത്രമേ ഈ പ്രൊവോക്കേഷൻ ഉള്ളൂ, പെണ്ണിന് ഈ പ്രൊവോക്കേഷൻ ഇല്ലേ? ഈ പ്രൊവോക്കേഷൻ്റെ കാര്യമാണ് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പാണ് യൂറോപ്പ് ട്രിപ്പ് കഴിഞ്ഞ് വന്ന ഒരാൾ. ആ യൂറോപ്പ് യൂറോപ്പിലാണെങ്കിൽ ഈ പ്രൊവോക്കേഷൻ വരാറില്ലേ? അല്ല, ഇവർ ഈ പറയുന്നത് എന്താ, നമ്മൾ യൂറോപ്യൻ കൾച്ചർ അഡാപ്റ്റ് ചെയ്തതാണ് പ്രശ്നം, അവിടെ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ. എന്നിട്ട് അവിടെ ഈ നടക്കുന്ന ആണുങ്ങൾ, അവിടുത്തെ ലോക്കൽസൊക്കെ ഇതിലും എന്താ പറയുക, ഇവർ ഈ പറയുന്ന മോശമായ വസ്ത്രധാരണവും അല്ലെങ്കിൽ ഇവരുടെ കണ്ണിൽ മോശമാണ് എന്ന് പറയപ്പെടുന്ന വസ്ത്രമൊക്കെ ഇട്ട് നടക്കുന്നതാണ്. അവിടെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പുറത്തൊരു സായിപ്പ്, ഇപ്പുറത്തൊരു മദാമ പോണ വഴിക്ക് കലിങ്ങിൻ്റെ മുകളിൽ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അവിടെ ആണല്ലേ, അവിടെ മനുഷ്യന്മാരും അല്ലേ? അതോ ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയൂ അത് പണ്ട് മുതലേ കണ്ട് അവർക്കങ്ങനെ തഴമ്പിച്ചു പോയി. അതെങ്ങനെ തഴമ്പിച്ചു പോക്ക്? ഇത് എന്താ പറയുക, ഇത് ഭീകരമായ എന്താ പറയുക, ഇവരുടെയൊക്കെ മൈൻഡ് സെറ്റിൽ തന്നെ കയറിക്കൂടിയതെന്ന് പറഞ്ഞാൽ, സ്ത്രീയാണെങ്കിൽ ആ വസ്ത്രധാരണം ഇത് ഇവരാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞ രീതിയിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ എന്താ പറയുക കുറേ അടച്ചുമൂടി നടക്കുന്ന വസ്ത്രധാരണത്തിൽ അവർ സേഫാണ്. ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ പർദ്ദ ഇട്ട് പോകുന്ന ഒരു സ്ത്രീ, പർദ്ദയൊക്കെയാണല്ലോ അവരുടെ ഏറ്റവും വലിയ സാധനങ്ങൾ ഇതിനകത്തുള്ളത്, പർദ്ദ, സാരി, ഇതൊക്കെ ഇട്ട് പോകുന്ന സ്ത്രീകൾക്ക് ഇവിടെ ദുരവസ്ഥ ഉണ്ടാവാറില്ലേ? അപ്പം ഇതൊക്കെ ഉള്ളത് കൊണ്ട് സേഫ് ആവുമോ? സൈക്കോളജിസ്റ്റ് ആണ്, അദ്ദേഹത്തിന്റെ ഹാപ്പി ബ്രെയിൻ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നതാണ്, ചില ക്ലോത്ത് വസ്ത്രങ്ങൾ സെക്ഷലി പ്രൊവോക്കേറ്റ്. ആ സെക്ഷലി മെന്നിന് പുരുഷന്മാർ പല ടൈപ്പ് ഉണ്ട്. ഡാർക്ക് ട്രേഡ് പേഴ്സണാലിറ്റി ഉണ്ട്, സൈക്കോളജി ഡാർക്ക് ട്രേഡ് ഞാൻ പറഞ്ഞോ, ഡാർക്ക് ട്രേഡ് പേഴ്സണാലിറ്റിയിൽ അവര് ചില സൈക്കോപാത്ത് ഉണ്ടാവും, അവരില് പിന്നെ ഈ നാർസിസ്റ്റുകൾ ഉണ്ടാവും. ഇവരൊക്കെ ഭയങ്കര കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. പക്ഷെ നിങ്ങളെ കൺസെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്യും. കൺസെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പെണ്ണിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം. അത്തരം പേഴ്സണാലിറ്റികളെല്ലാം അവരാഗ്രഹിക്കുന്ന ഒരു പുരുഷാധിപത്യം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു മെയിൽ ഡിസൈറിനനുസരിച്ച് വസ്ത്രം ധരിച്ച് കൊടുക്കലല്ല സത്യത്തിൽ ഒരു ഫെമിനൈൻ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ചെയ്യേണ്ടത്. അവര് ആ വസ്ത്രം അവരുടെ പേഴ്സണാലിറ്റിന്റെ മുകളിൽ വരണം. ഇപ്പൊ ജെൻസി പ്രൊട്ടസ്റ്റ്, ഇപ്പൊ ഡൽഹിയിൽ നടന്ന ജെൻസി പ്രൊട്ടസ്റ്റില് അവിടെ ഒരുപാട് ഐക്കണിക് ആയിട്ടുള്ള ഫീമെയിൽസിന്, പെൺകുട്ടികൾ നമ്മൾ കണ്ടു. അവരുടെ ബ്യൂട്ടി അല്ല അവിടെ മാനദണ്ഡം, അവരുടെ കറേജും ബ്രേവും ആണ് മാനദണ്ഡം. അതാണ് എല്ലായിടത്തും വരേണ്ടത്. ആ പേഴ്സണാലിറ്റി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്. എങ്ങനെ ഇരിക്കുന്നത്? ഇത് നേരെ കൊണ്ടുപോയിട്ട് ജെൻസി പ്രക്ഷോഭമായിട്ട് കൂട്ടിക്കെട്ടി. ഇവർ സ്ഥിരം പരിപാടി ഇതാണ്. ഒരു ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്ന ഒരാൾക്ക് കറേജ് ഇല്ലാന്നോ, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന സോക്കോൾഡ് ഫാഷൻ ഡ്രസ്സ് അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സ് ഇടുന്ന സ്ത്രീകളൊക്കെ ഏതെങ്കിലും ഒരു ആണിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ ഇല്യൂഷൻ്റെ അകത്ത് പോയിട്ട് ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവർ ഈ പറയുന്ന സ്ലീവ്ലെസ്സും അല്ലെങ്കിൽ അതങ്ങനെ ചിന്തിച്ചിടുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്? എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? മാറുന്ന കാലഘട്ടത്തിൽ മാറുന്ന ട്രെൻഡ് അനുസരിച്ച് വരുന്ന ഡ്രസ് പാറ്റേൺസ് ആണ് പലതും, മോസ്റ്റ് മെജോറിറ്റി. പിന്നെ ഒരു റീജിയൻ്റെ ക്ലൈമറ്റ് ചേഞ്ച് അടക്കം പല സാധനങ്ങളും ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ട്രെൻഡ് വരുന്നില്ലേ? അങ്ങനെ പല സാധനങ്ങൾ വരുന്നില്ലേ? അപ്പം അങ്ങനത്തെ ഒക്കെ അഡാപ്റ്റേഷൻസും എവല്യൂഷനും കാരണമാണ് ഡ്രസ്സ് അടക്കം മാറി പോകുന്നത് ഓരോ റീജിയനിലും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ വന്നിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ പറയാൻ പറ്റുന്നു ഇല്ല ഇതൊക്കെ മറ്റേ പെണ്ണുങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആണുങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ്, ആണുങ്ങൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് ഡ്രസ്സ് ചെയ്യിപ്പിക്കാനുള്ള ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അല്പവസ്ത്രം ധരിക്കണം എന്ന് ആണുങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കുക. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന അളിയാ? ഏതെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ഇല്യൂഷനിൽ ഇത്രയും ഒരു എന്താ പറയുക വാസ്റ്റ് മെജോറിറ്റി സ്ത്രീകളുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇൻജക്ട് ചെയ്ത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ? അതൊക്കെ എങ്ങനെ നടക്കുന്നു? ഇതൊക്കെ ഏത് സ്റ്റഡീസ്? ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിനുള്ളിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെയുണ്ട്. എന്താ അവരുടെ ഡ്രസ്സിങ്ങിൽ എന്ത് പ്രശ്നമുള്ളത്? അമ്മൂമ്മമാർക്കും അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നേരെ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അവരുടെ വസ്ത്രധാരണത്തിന് എന്താ പ്രശ്നം? അതൊന്ന് മനസ്സിലാക്കി റേപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവുന്നത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് ഒരു ടാർഗറ്റിൽ അല്ലല്ല ഒരു ടാർഗറ്റിൽ നിന്ന് നമ്മൾ സെക്ഷലി എക്സ്പോസ്, നമ്മൾ ഭയങ്കര ട്രിഗേർഡ് ആയാൽ, ഇപ്പൊ നമ്മള് ഓഫീസിൽ നിന്ന് ബോസ് ചീത്ത പറഞ്ഞാൽ തിരിച്ച് ബോസിനോട് ചീത്ത പറയാൻ പറ്റില്ല, നമ്മൾ വീട്ടിൽ പോയിട്ട് വേറെ ആരോടെങ്കിലും ദേഷ്യം തീർക്കും. ഇതേപോലെ ഇത് ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറിയാണ്. നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. അത് പറയുന്നതിൽ കാര്യമില്ല, കാരണം കാര്യമില്ല എന്ന് പറയുന്നത് തിയറിയാണ് മാം, സൈക്കോളജിക്കൽ തിയറിയാണ്, ഞാൻ പറയുന്നതല്ല.
എങ്ങനെ ഇരിക്കണ്? നാട്ടിൽ ഇതുപോലുള്ള ഹോൾഡിങ്സ് അല്ലെങ്കിൽ ആണുങ്ങളെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രധാരണങ്ങൾ സ്ത്രീകൾ ഇടുമ്പോൾ അത് കണ്ട് പ്രൊവോക്ക് ആയിപ്പോയ കുറച്ച് ഈ പറഞ്ഞ സോ കോൾഡ് സാധനങ്ങൾ ഈ വൃത്തികേടുകൾ ചെയ്യുന്നവന്മാർ ഒരു ടാർഗറ്റിൽ നിന്ന് പ്രൊവോക്ഡായി അടുത്ത ടാർഗറ്റിനെ പോയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, മറ്റേ പിടിപ്പിച്ചു വിടുന്നു അല്ലെങ്കിൽ ഉപദ്രവിച്ചു വിടുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സാധനമാണ് ഇവർ പറയുന്നത്. അതിന് തിയറിയൊക്കെ പറയുന്നുണ്ടവൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഈ സൈക്കോപാത്തുകളോ ബാക്കിയുള്ളവരോ ഇങ്ങനെ ഒന്ന് കണ്ട് വേറൊരു രീതിക്ക് പ്രൊവോക്ഡായിട്ട് ഇവരെ സ്വന്തം വീട്ടിൽ പോയി ചെയ്യുന്നില്ലല്ലോ. അമ്മേനെയോ മകളെയോ അല്ലെങ്കിൽ പെങ്ങളെയോ അവരടുത്ത ടാർഗറ്റായിട്ട് പിടിക്കുന്നത് എന്താ? വേറൊരു അവരുടെ ബന്ധമില്ലാത്ത, അവരെയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളെ കയറി പിടിക്കുന്നു. അതെന്താ അങ്ങനെ? അപ്പോൾ ഈ അഗ്രഷൻ തിയറി മറ്റേ സാധനങ്ങളൊക്കെ അവിടെ പോയി. അല്ല ഇതെങ്ങനെ ഇതെത്ര ഏതെങ്കിലും രീതിയിൽ ഇതൊക്കെ അടിച്ചമർത്തണം. സ്ത്രീകൾക്ക് ഈ പറഞ്ഞ രീതിയിൽ വസ്ത്ര സ്വാതന്ത്ര്യം നെഹി തന്നെ പറഞ്ഞ് നടക്കണം. കേരളത്തിലാണോ മലയാളികളുടെ ഇടയിലാണോ ഇങ്ങനെയൊന്നും നിങ്ങൾ ഡ്രസ്സ് ചെയ്യണ്ട, ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ആണുങ്ങൾക്ക് ഇളകും. അത് ആണുങ്ങളെയല്ലേ ഇവർ മോശക്കാരാക്കുന്നത്. ഞാൻ ഈ എൻ്റയർ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്താ തോന്നിയറിയോ, ഇവളുമാരും വന്നിരുന്നിട്ട് ആണുങ്ങൾ നെഞ്ഞത്താണ് പൊങ്കാലിടുന്നത്. ആണുങ്ങൾ മോശക്കാർ എന്നാണ് പറയുന്നത്. ഇതൊക്കെ പോയിന്റ് ചെയ്യുന്ന അങ്ങട്ടാ. പക്ഷെ ആണുങ്ങളെ മോശക്കാരാന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ആരുമില്ല. ആ കോണകം കഴുത്തിലിട്ട് മെൻസ് അസോസിയേഷൻ്റെ എന്ന് പറഞ്ഞിരിക്കുന്ന ഓന് പോലും വായിൽ വെള്ളി കെട്ടിയിരിക്കുകയാണ്. ഇത് ചോദിക്കാൻ പറ്റണ്ടേ? ഇതെന്തിനാ ആണിൻ്റെ നെഞ്ഞത്ത് കയറുന്നത്? പെണ്ണുങ്ങളെ ഡ്രസ്സ് ഇട്ട് എന്ത് ചെയ്യും? ആണിന് എന്ത് പോയി? ആണെന്ത് ചെയ്യാൻ? ഏറ്റവും കൂടുതൽ റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നത് 13 ഇതല്ലല്ലോ. ഉദാഹരണത്തിന് ചില ആളുകൾ ഈവൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്പിനൊക്കെ പോലും സെക്ഷൽ ബിഹേവിയർ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് അവർ അമ്മ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ലെങ്കിൽ പെങ്ങൾ എന്തെങ്കിലും കാണിക്കുന്നത് കണ്ടോ അല്ല, മറിച്ച് ഇപ്പോൾ റീസെന്റ് സ്റ്റഡീസിൽ കാണാൻ പറ്റും കൂടുതൽ ഈവൻ പോൺഹബ് പുറത്തോട്ട പഠനത്തിൽ 2017 കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട കീവേഡ് എന്ന് പറഞ്ഞാൽ മോം എന്നാണ്. മോം എന്നുള്ള കീവേഡിൽ ആളുകൾ പോൺ വീഡിയോ കാണുന്നു, അതെന്ത് ചെയ്യുന്നു, സ്വന്തം വീട്ടിൽ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ജനറലി കാണുന്ന പല കാര്യങ്ങളും പല ആളുകളുടെ മേലേക്കുള്ള ബിഹേവിയർ ആയിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ ഇത് കാരണമാകുന്നതാണ്. അഥവാ ഈ ആളുകൾ പർദ്ദട്ട ആള് റേപ്പ് ചെയ്യപ്പെടുന്നു, ദാറ്റ് മീൻസ് പർദ്ദ ലീഡ്സ് ടു റേപ്പ്, അങ്ങനെയല്ല ഇതിന് വായിക്കേണ്ടത്. പർദ്ദേനെ പറയുമ്പോൾ മൂപ്പർക്ക് പൊള്ളി. പർദ്ദ ലീഡ്സ് റേപ്പ് പറയാൻ പാടില്ല. എങ്ങനെയുണ്ട് ഇത്? ആക്ച്വലി ഈ സംസാരം വന്നത് എവിടെ വെച്ചെങ്കിൽ ഇതൊരു ലേഡി പറഞ്ഞു, പർദ്ദ ഇട്ട് നടക്കുന്നവർക്കും ഇതേ അവസ്ഥ വരുമ്പോൾ നിങ്ങൾ പർദ്ദയെ കുറ്റം പറയുമെന്ന് ചോദിക്കുമ്പോൾ മൂപ്പർ എടുത്തിട്ട എക്സാമ്പിളാണ് എന്ത്, മോം എന്ന് പറഞ്ഞ ടാഗിൽ പോണബിലൊക്കെ അടക്കം ഇതേപോലെ സെർച്ചുകൾ വന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവരുടെ എണ്ണം എത്രയാണ്? നമ്മളിപ്പോൾ ഈ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളതിൽ ഇങ്ങനത്തെ എന്താ പറയുക സെക്ഷുവലി ഭയങ്കര വിയേർഡ് മൈൻഡ് സെറ്റുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യലി ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളുടെ എണ്ണം എത്രയാണ്? നിങ്ങൾ അത് വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ബാക്കി ആണുങ്ങളെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയുന്നത് അവിടെ ഇരുന്നിട്ട്. പിന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ പർദ്ദയിലേക്ക് പോകാൻ സമ്മതിക്കില്ല, സാരിയിലേക്ക് പോകാൻ സമ്മതിക്കില്ല. അതൊക്കെ എന്താ? അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ മതങ്ങൾക്ക് പ്രശ്നമായി വരുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകരുത്. അത് ജനറലൈസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ ഇവർ സമ്മതിക്കില്ല. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇവർ ഇത് വേറെ ഏതെങ്കിലും രീതിയിൽ ബൈപ്പാസ് ചെയ്ത് വിട്ടിട്ട് അവിടെ അത് സേഫാക്കി വെക്കും. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെയാണ് സ്വാതന്ത്ര്യം ഇരിക്കുന്നത്? ആരാണ് അതിന്റെ ഒരു ലൈൻ നിശ്ചയിക്കുന്നത്? എവിടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അതിർവരമ്പിട്ടിരിക്കുന്നത്? ആരാണ് അത് കൊടുക്കുന്നത്? അത് അവനവൻ തന്നെയാണ്. ആ വ്യക്തി സ്വാതന്ത്ര്യവും നിയമം എന്ന് പറയുന്നത് ഡ്രസ്സ് ധരിക്കണം എവിടെയാണെന്നുള്ളത് അവനവൻ തീരുമാനിക്കണം. ഇന്ത്യൻ ഭരണഘടനയിലൊന്നും ഒരിടത്തും ഇന്ന വസ്ത്രം ധരിക്കണമെന്നോ ഇന്ന രീതിയിൽ നടക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്കൊരു പൊതുബോധമുണ്ട്, ഒരു സാംസ്കാരികമായ ഒരു തലമുണ്ട്. അപ്പൊ ഇവിടെ ഏത് വസ്ത്രം, ഇപ്പൊ മെൻസ് അസോസിയേഷന്റെ സുഹൃത്ത് അജിത് കുമാർ അദ്ദേഹം പറഞ്ഞത് വേറൊരു ആംഗിളാണ്. പക്ഷെ പുള്ളി പറഞ്ഞത് അങ്ങോട്ട് ഷാർപ്പായിട്ട് എത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് നമ്മൾ പുറത്ത് ഉപയോഗിക്കാറില്ലല്ലോ. അപ്പൊ കല്യാണത്തിന്, അമ്പലത്തില്, പള്ളിയില്, ആരാധനാ സ്ഥലങ്ങള്, ഇനി കോർപ്പറേറ്റുകൾക്ക് എന്തിനാ ഡ്രസ് കോഡ് വെച്ചിരിക്കുന്നത്? കോർപ്പറേറ്റ് ഓഫീസുകള്. അപ്പൊ ഒരു ഡ്രസ് കോഡ്, ഒരു പൊതു ബോധത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡ്രസ് കോഡ് അവശ്യം വേണ്ടതാണ്. അത് എന്താ പറയാ, ഒരു അശ്ലീലം എന്ന് ആരാണ് ഈ മാനദണ്ഡം തീരുമാനിക്കുക? അത് സാറേ, അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത് അതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ. ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്നതിനകത്ത് സമൂഹം നമുക്ക് നൽകുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡമാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. നല്ല സംസ്കാരം, നല്ല മാനദണ്ഡത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. പഴയ സംസ്കാരം, പഴയ മാനദണ്ഡമാണെന്നുണ്ടെങ്കിൽ പറയാതിരിക്കുന്നതാണ് നല്ലത്. ദേവദാസി കാലഘട്ടം ഉണ്ടായിരുന്ന ഒരു നാടാണ് നമ്മളെ സംസ്കാരം. പിന്നെ ദൈവങ്ങളെ സംസ്കാരത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയമായിരിക്കും. പിന്നെ അമ്പലങ്ങളിലുള്ള
ഈ പറഞ്ഞ കൊത്തുപണികളുടെ സംസ്കാരം, അങ്ങനെ പല സംസ്കാരം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. അതൊക്കെ ഇതിൽ ചർച്ചയായിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ നല്ലോണം കിട്ടുന്നുണ്ട് ഇവർക്ക്, ഈ സംസ്കാരം പറയുന്ന ടീമുകൾക്ക്. അല്ല, ഇവർ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള എന്താ, ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു സ്ത്രീ എങ്ങനെ ഡ്രസ്സ് ഇട്ട് പോയിരുന്നു, ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടി എങ്ങനെ ഡ്രസ്സ് ഇട്ട് പോയി എന്നുള്ളതോ അല്ലല്ലോ. റോട്ടിലൂടെ പോകുന്ന അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകുന്ന ആളുകളുടെ വസ്ത്രധാരണമാണ് ഇവർ ഈ സംസാരിക്കുന്നത്. ഓക്കെ, അതിനെ വരെ ഇവർ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് ഇവരിത് കമ്പയർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിട്ടും ബാക്കിയുള്ളവരൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ, ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് 10 ആളെ കേൾപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഐറ്റമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ ചിന്താഗതി ഉള്ളവരൊക്കെ ഇതോടുകൂടി വംശനാശം വന്നു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരാളായാണ്. ഇവർ കഴിഞ്ഞാൽ കഴിയുന്നു, ഇത് അടുത്തൊരു ജനറേഷൻ എനിക്ക് പാസ്സാവാൻ പാടില്ല. എന്നെ ഇറങ്ങി ചോദിച്ചോക്കെ തമിഴ് പറഞ്ഞാൽ മതി, ഞാൻ വരാം. എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, ഇതെല്ലാം അവർക്കൊരു മാനദണ്ഡം ഉണ്ട്. അത് ഓക്കെയാണ്. എനിക്ക് എന്റെ തീർച്ചയായിട്ടും പുരുഷന്മാരല്ലേ നമ്മുടെ കൂടെ ഉള്ളത്. പിന്നെ പുരുഷന്മാർ അതിന് വിലയിടില്ലേ? തീർച്ചയായിട്ടും വിലയിടണം. കാരണം എന്താണ്, എന്റെ സംസ്കാരം തീർച്ചയായിട്ടും പുരുഷന് സ്ത്രീയും ഉണ്ടെങ്കിലേ ജീവിതമുള്ളൂ. പുരുഷന് സ്ത്രീക്ക് മാത്രം ജീവിക്കാൻ പറ്റില്ല, സ്ത്രീ മാത്രം ജീവിക്കാൻ പറ്റില്ല. എനിക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ബിക്കിനി ഇട്ടോണ്ട് സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ പറയും എങ്ങനെ ഇരിക്കുന്നു. ഇത് വേറൊരു ചേച്ചി, വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ സൈഡാക്കിയ വേറൊരു ചേച്ചിൻ്റെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ കുട്ടി ബിക്കിനി ഇട്ട് സ്കൂളിലേക്ക് പോവുക എന്നുള്ളൊരു ചിന്ത തന്നെ നിങ്ങൾക്ക് വന്നല്ലോ. അതായത് ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ കുട്ടി ബിക്കിനി ഇട്ട് മറ്റേ സ്കൂളിലേക്ക് പോകും. ബിക്കിനി എന്ന് പറഞ്ഞ ഡ്രസ് കോഡിന് അതിനൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്താണ് അത് ഇടുക. സ്കൂളിൻ്റെ ഡ്രസ് കോഡല്ല ബിക്കിനി എന്നുള്ളത് ആർക്ക് വേണേൽ ചിന്തിച്ചാൽ മതി. പിന്നെ ആണിന് വസ്ത്രധാരണത്തിൽ ഒരു ഇതുണ്ട്, ആണ് പറയണം, ആണ് തീരുമാനിക്കണം. ചേച്ചീൻ്റെ വീട്ടിൽ ചിലപ്പോൾ രാവിലെ എണീച്ചിട്ട് സാരി എടുത്ത് തരുന്നത് ചേച്ചിയുടെ ഏട്ടനായിരിക്കും, ഉടുപ്പിച്ച് തരുന്നത് ചേട്ടനായിരിക്കും. ആ ചേട്ടൻ്റെ ഗതികേടാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതൊരാണിൻ്റെ മറ്റേ ആണ് പറഞ്ഞാൽ എന്നുള്ളതല്ല, ആ ആണിൻ്റെ ഗതികേട് എന്ന് ഞാൻ പറയൂ. മനസ്സിലായില്ലേ? ഇതുപോലെ ഐറ്റം പറയുന്നില്ല, പ്രായമുണ്ട്, അതുകൊണ്ട് ഞാൻ മിണ്ടല്ലോ കൂടുതലായിട്ട്. സമൂഹമാണ്. ആ സമൂഹത്തിന് തൃപ്തിയുള്ളതുപോലെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ മുതലേ അറിയാം. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കുട്ടിയായിരുന്നു, ഇൻവെന്റ് കറന്ന കുട്ടിയായിരുന്നു. ശരീരത്തിലെ തൂക്കം കുറഞ്ഞു വരിക. എന്നെപ്പോലുള്ള ഒരു വ്യക്തി അതിനെ അംഗീകരിച്ചു തരില്ല. സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചു നടക്കുന്നത്? ഹനാൻ അതിലും വലിയ കോമഡി. അല്ല, ബിക്കിനി മാന്യമല്ലാത്ത വസ്ത്രമാണ് എന്നുള്ളത് എങ്ങനെയാണ് ഹനാൻ പറഞ്ഞുകൊണ്ടിരിക്കുക? ഹനാൻ അത് പറയുമ്പോഴത്തേക്ക് ഇത്ര പൊളിയേണ്ട കാര്യമുണ്ടോ? ഹനാൻ എപ്പോഴും പ്രോഗ്രസീവായിട്ട് ചിന്തിച്ച് സംസാരിക്കുന്ന ആളുകളുടെ വശത്ത് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു എൻറ്റയർ ഷോയിൽ വന്നിരിക്കുന്നത്. ആ അമ്മച്ചി വന്നിരുന്നൊരു ബിക്കിനീൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഹനാൻ അതൊരു പൊളി. അത് പൊള്ളേണ്ട കാര്യം എന്താ? ബിക്കിനി ഇടേണ്ട സിറ്റുവേഷനിൽ ഇടും, അങ്ങനെ പറഞ്ഞാൽ പോരെ. എനിക്ക് തോന്നുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എനിക്ക് ആ ഒക്കേഷനിൽ ബിക്കിനി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ബിക്കിനി ഇടും. ബിക്കിനിക്ക് എന്താ കുഴപ്പം? ഇതെന്താ പറയുക, ഇവരൊന്നും ചിന്തിക്കാത്തൊരു കാര്യം. എല്ലാ ഡ്രസ്സിനും ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് അത് മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ പർപ്പസ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അതൊന്നും ചിന്തിക്കുന്നില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഹനാൻ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഒരു ഇമ്മച്ചുവർ ആവുന്നതും അല്ലെങ്കിൽ ചർച്ചയിൽ നിന്ന് പുറത്തു പോയത് ഈ ബിക്കിനി കേസിലാണ്. അതൊന്നും ആ പറഞ്ഞതിൽ ഹനാനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതങ്ങനെയല്ല. ബിക്കിനി എങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ അതൊരു മോശമായ വസ്ത്രമായി മാറിയത്? അപ്പോൾ അവർ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അതിൽ പോയി വീണ് കൊടുക്കുകയല്ല വേണ്ടത്. ഓക്കെ, പിന്നെ ഈ ചേച്ചിക്ക് ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് ചേച്ചീൻ്റെ എട്ടായി മിക്കവാറും എടുത്തിട്ട് കൊട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. കാരണം ആ കസാലയിൽ ഇരുന്ന് തുള്ളുമ്പോൾ ഇവരുടെ സോക്കോൾഡ് സദാചാരത്തിനെതിരാണ് ആ തുള്ളൽ. സാരി പൊക്കുമ്പോൾ വയറ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കച്ചറ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്.
ഈ ഒരു കാലത്തെ സത്യത്തിൽ നമുക്ക് നമ്മളുടെ ഇത്രയും പേർക്ക് അപ്പുറം ഈ കേരളത്തിൽ കുറച്ചു പേരും കാണുന്നതിനപ്പുറം ഈ ലോകം ഈ ചർച്ച കാണാതിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാവൂ. കാരണം അത്രയും വിയേർഡായിട്ട് സ്ത്രീകളുടെ ഡ്രസ്സിംഗ് സെൻസിനെ കുറിച്ച്, വസ്ത്രധാരണത്തെ കുറിച്ച് ഒരു ചർച്ച വരിക, അതും കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിൽ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനത്തിൽ, എല്ലാ തരത്തിലും മുൻപന്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇവിടെ ഇങ്ങനെ വരിക. കേരളീയ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ സ്പിരിച്വലി, സയന്റിഫിക്കലി, ഫിലോസഫിക്കലി ഏറ്റവും വലിയ ആദർശങ്ങളും ഏറ്റവും വലിയ തത്വസംഹിതങ്ങളുള്ള നാടാണ് ഈ ഭാരതം. ഈ ഭാരതത്തിന്റെ ചരിത്രം എടുത്താൽ നമ്മുടെ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലം വരുന്നത്. ആ സമയത്ത് കേരളത്തിന്റെ എല്ലാവിധമായിട്ടുള്ള എക്സിസ്റ്റിംഗ് ഡ്രസ്സിംഗ് സെൻസിനെയും ചിന്താഗതിയെയും കലയെയും വരെ സ്വാധീനിച്ചുകൊണ്ട്, മതബോധത്തെ വരെ സ്വാധീനിച്ചുകൊണ്ട്, വിക്ടോറിയൻ കാലഘട്ടത്തിലെ നിയമാവലികൾ നമ്മളെ സ്വാധീനിച്ചത് കൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ കലാബോധത്തെ പോലും സ്ത്രീകളുടെ ന്യൂഡിറ്റി വളരെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലത്ത് നമ്മുടെ കലയെല്ലാം നോക്കൂ, ഖജുരാഹോയിൽ നോക്കൂ, നമ്മുടെ അജന്ത എല്ലോറ കേവ്സിൽ നോക്കൂ, നമ്മുടെ സാഞ്ചി സ്തൂപത്തിൽ നോക്കൂ, എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന സ്ത്രീ ശരീരത്തെയാണ്. ഹനാന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഹനാൻ അങ്ങനെ ഭാരത സംസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹനാൻ ഏറ്റവും മാന്യമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ഭാരതത്തിലെ സംസ്കാരം അനുസരിച്ച് സ്ത്രീകൾ ധരിച്ചിരുന്ന കംപ്ലീറ്റ്ലി ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിയെ അപേക്ഷിച്ച് ഇങ്ങനെയാണ്. ഇനി നമ്മുടെ അതേ ഭാരതം മേഡം സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഈ നാട്ടിൽ തന്നെയാണ് വത്സ്യായനൻ എഴുതിയ ഒരു കൃതി ഉണ്ടായിരുന്നതും ആ ഭാരതത്തിലാണ്. മേഡം പറയുന്ന സംസ്കാരമുള്ള ഭാരതം അങ്ങനെ എഴുതിയാൽ മേഡം ആദ്യമായിട്ട് ഇറങ്ങും അതിനെതിരായിട്ട്. ഈ ഒരു എൻറ്റയർ ഷോയില് ഇവരാണ് സെൻസിബിളി സംസാരിച്ചൊരു ആളുണ്ടായിരുന്നത്. ഇവർ കൃത്യമാണ്, പക്ഷെ ഇവർക്ക് അധികം സമയം കിട്ടിയില്ല. ആൻഡ് ഇവരെ കൊണ്ടുപോയി ഇരുത്തേണ്ടത് ഹനാനും അവരൊക്കെ ഇരുന്ന സൈഡിലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ കാലഘട്ടത്തിലും ഈ കേരളത്തിൽ 100% ലിറ്ററസി എന്ന് പറയുന്ന മലയാളി സംസാരിക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ചും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലുള്ള കുറവുകളെ കുറിച്ചും അങ്ങനത്തെ ടോപ്പിക്കുകൾ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലോകം കാണും കേൾക്കും ചെയ്യില്ല ഈ ഐറ്റം എന്നുള്ളത് ചിന്തിച്ചിട്ടില്ലല്ലോ. അത് കഷ്ടം തന്നെയല്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഒക്കെ ബൃഹത്തായ സംസ്കാരം എന്ന് പറയുന്നത് നമ്മളെ സംസ്കാരത്തിലുള്ളതൊക്കെ വേറെയാ മക്കളെ. എന്തായിരുന്നു നമ്മളെ സംസ്കാരം എന്നുള്ളതൊന്ന് ബാക്കിലോട്ട് ഈ പറഞ്ഞ ആളുകളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ പറഞ്ഞ് നാണിച്ചു പോകും. അങ്ങനത്തെ സംസ്കാരമാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നു പോയ ഓരോ തരത്തിലുള്ള എന്താ പറയുക, ഇൻവേഡ് ചെയ്ത ഓരോ ആളുകളും, ഇപ്പോൾ പോർച്ചുഗീസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ മുഗൾ സാമ്രാജ്യം, അങ്ങനെ പല രീതിയിൽ നമ്മളെ രാജ്യത്തിനെ കീഴ്പ്പെടുത്തിയ ഓരോ സംസ്കാരങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന ഡ്രസ്സിങ് സ്റ്റൈലുകൾ ഇവിടെ ഉണ്ട്, ഫുഡ് സ്റ്റൈൽസ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അപ്പോൾ വലിയൊരു എവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു രാജ്യം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ തന്നെ മോൾഡ് ചെയ്ത് ഇവോൾവ് ചെയ്ത് മാറുന്നത്. ഈ മാറിയ മാറ്റത്തിൽ നിന്ന് ഇനിയും നമ്മൾ ഇൻവോൾവ് ആവും ഇല്ലേ? ഇനിയും നമ്മൾ ഇവോൾവ് ആവും. കാരണം ഇനിയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്, ഞാൻ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പുരുഷനാണ്, എൻ്റെ ട്രഡീഷൻ എന്ന് പറയുന്നത് ഞാൻ വെറും സാരി മാത്രം എടുക്കുന്ന, അല്ലെങ്കിൽ ആണ് വിചാരിക്കുക ഞാൻ നാളെ മുണ്ട് മാത്രമേ ഇടൂ. ഇങ്ങനെയൊക്കെ റിജിഡ് മൈൻഡ് സെറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. ഇവർക്കൊക്കെ ഓക്കെ, കാരണം ഇവരൊക്കെ ഏകദേശം ഈ മൈൻഡ് സെറ്റിനോട് ഓക്കെ ആയി തീരുമാനിച്ചിറങ്ങി തീർന്നു. ഇവർ കഴിഞ്ഞു. ഇവർക്കൊന്നും ഇനി എന്തല്ല മുന്നോട്ട്, ഇവർക്ക് ഈ ലൈഫിന് വേറെ ഒന്നും അർത്ഥമില്ല. അവർക്ക് ഇങ്ങനെ ജീവിക്കുന്നതാണ് അവരുടെ അർത്ഥം. കോംപ്രമൈസ് ചെയ്ത് ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറ്റി വെച്ച് അല്ല ഞാൻ ഈ ഒരു സാരിയിൽ നിന്ന് മാറി ഒരു സ്ലീവ്ലെസ് ഇട്ട് കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ സംസ്കാരം ഞാൻ ഇല്ലാതാക്കി എന്നൊക്കെ ചിന്തിച്ച് ജീവിക്കുന്നവരോട് നമ്മൾ എങ്ങനെ പറഞ്ഞു മാറ്റാൻ പറ്റും? അതൊരു ഗതികേട്. ഏതൊരു പുരുഷനും സ്ത്രീയുടെ ലൈംഗികത കാണാൻ ഇഷ്ടമാണ്. ആറും ഒക്കെ മുക്കാലിലേക്ക് നടക്കുക. സ്ത്രീകൾ എങ്ങനെയാണ് സാരി ഉടുക്കുന്ന ഇപ്പൊ പെർസെന്റേജ് എന്ന് പറയും ഞങ്ങള്. അതായത് ഒരെണ്ണം പുറത്ത് കാണിക്കാം, ഒരെണ്ണം പുറത്തായിരിക്കും, ഒരെണ്ണം അകത്തുണ്ടാവുള്ളൂ. സാരി ഭംഗിയായിട്ട് സാരി ഉടുക്കും, പക്ഷെ ഒന്ന് പുറത്തായിരിക്കും. അതുപോലെ ഞാനൊന്ന് പറയട്ടെ. അപ്പൊ അങ്ങനെ നടക്കുന്നവരുണ്ട്. സാരി പണ്ടൊക്കെ ജയഭാരതിയെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. ഉള്ളിന് താഴെ വെച്ച് സാരി ഉടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് ആ സാരി വിട്ടുപോകുമെന്ന് തോന്നുമായിരുന്നു. പക്ഷെ അന്ന് അത് ആസ്വദിച്ചിരുന്നു. പക്ഷെ ആ ജനറേഷന്റെ മാഡം പെർസെൻറ്റേജ് പറഞ്ഞ് സാരിയുടെ കണക്കും പറഞ്ഞ് രണ്ട് സൈഡും പൊക്കി കാണിച്ചു. ഞാൻ ആലോചിക്കുന്നത് നേരത്തെ മാഡത്തിന് സാരി ഉടുത്താൽ മതി എന്ന് പറഞ്ഞ് എടുത്തു തരുന്ന ആ ഏട്ടൻ്റെ കാര്യമാണ്. മാഡം ഇത്രയും വലിയൊരു ഷോയിൽ വന്നിരുന്നിട്ട് സാരി പൊക്കി കാണിച്ചു, മാഡത്തിൻ്റെ വയറ് കണ്ടു പറഞ്ഞിട്ട് ഈ വയസ്സിൽ ഇനി മാഡത്തിന് ഡിവോഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
പറഞ്ഞു അവസാനം തുണി നോക്കി കാണിക്കുന്നത് വരെ ചെയ്ത അവിടെ സാരി. പുരുഷന്മാര് സ്ത്രീകളുടെ ശരീരം കണ്ട് വളരെയേറെ ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന പുരുഷ ചെറുപ്പക്കാര് നിങ്ങളെ നോക്കുന്നതിനേക്കാളും കൂടുതൽ നോക്കുന്ന ഹനാനെ ആയിരിക്കും. അങ്ങനെയാണ് ഹനാനെയാണ് അവിടെയുള്ള പുരുഷന്മാർ കൂടുതലായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ അമ്പലത്തിൽ പോകുന്ന പല ആണുങ്ങളും അമ്പലത്തിലിരിക്കുന്ന ദേവനോ ദേവിനോ നോക്കണേക്കാൾ കൂടുതൽ അവിടെയുള്ള തുണിയില്ലാത്ത വിഗ്രഹങ്ങളെ നോക്കി എന്ന് പറഞ്ഞിട്ട് വല്ല പ്രശ്നങ്ങൾ എന്താ ഉണ്ടാക്കാത്തത്? അല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യണമല്ലോ. അത് പറഞ്ഞിട്ട് ആ വിഗ്രഹങ്ങളൊക്കെ അവിടെ തുണി കെട്ടി മൂടണമല്ലോ. ഞാൻ പല അമ്പലത്തിലും കണ്ടിട്ടുണ്ട് മൂടുമൊലയും കാണിച്ചു വെക്കുന്ന കുറേ വിഗ്രഹങ്ങൾ. എന്നാൽ പിന്നെ തുണി വെച്ചാൽ മൂടിയപ്പോൾ ആണുങ്ങളെ ഇതൊക്കെ ആകർഷിക്കും. ദേവനെയോ ദേവിയോ നോക്കില്ല, ഇത് നോക്കി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്ത് പറ്റി? അതെന്താ? അപ്പം അതൊക്കെ പ്രശ്നമല്ലേ? സൈക്കോളജി അസോസിയേഷന്റെ പഠനം 2007 പുറത്തിറങ്ങിയ റിപ്പോർട്ട്. ഇവൻ പഠനം കൊണ്ടുവന്നു. ഇത് മാത്രല്ല, പെൺകുട്ടികളെ വളർന്നു വരുന്ന പെൺകുട്ടികളെ ഈ വസ്ത്രധാരണ അവരെ സെൽഫ് സെക്ഷലൈസ് ചെയ്യുന്നുണ്ട്. അവരും കൂടുതലായിട്ട് എമൗണ്ട് ഓഫ് സ്കിൻ എക്സ്പോസ് ചെയ്യാണ്. എന്തിനാണ് സ്ത്രീകൾ കൂടുതൽ എമൗണ്ട് ഓഫ് ഈ രണ്ടുപേരും വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. സ്ത്രീകൾ എംപവേർഡ് ആവണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് എന്ന് ഈ നല്ല ഈ മോഡേൺ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡ്രസ് ചെയ്യുന്നവരെ കാണുമ്പോൾ ഇവർ എംപവേർഡ് ആണെന്നും അവരെ ഉൾക്കൊള്ളാൻ സ്ത്രീകളെ കാണുമ്പോൾ ഭയപ്പെടരുത്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ അമേരിക്ക തൊട്ട് ജർമ്മനി തൊട്ട് ഫ്രാൻസ് തൊട്ട് എല്ലായിടത്തും സഞ്ചരിച്ച് കുറെ പേപ്പറുകൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു. എന്നാൽ ഇതല്ല അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ യൂറോപ്യൻ കൺട്രീസിൽ മുമ്പേ പറഞ്ഞ പോലെ ജർമ്മനി, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ ന്യൂഡ് ബീച്ചസ് ഉണ്ട്. അതെ, ന്യൂഡ് ബീച്ചസ് ഉണ്ട്. ആരാണ് ആസ്വദിക്കുന്നത്? ഇവിടെ സ്കാൻഡിനേവിയൻ കൺട്രീസ് പറഞ്ഞു. ബയോളജി സ്വിമ്മിംഗ് പൂളുകളുണ്ട്. സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ പോകുന്ന രീതികളും അവിടെയുള്ള നേക്കഡ് ആയിട്ട് ആൾക്കാർ സ്വിമ്മിംഗ് പൂളിൽ പോകുന്നത് കണ്ടാൽ ഇദ്ദേഹം അവിടെ ഹൃദയാഘാതം ഒന്നുമല്ല മരിക്കും. അതുകൊണ്ട് അമേരിക്കയിലെ പേപ്പർ എടുക്കുമ്പോൾ അമേരിക്കയിലെ ബീച്ചുകളിലൂടെയും അമേരിക്കയിലെ കൾച്ചറിലൂടെയും അമേരിക്കയിലെ ഇതാണ് എക്സാക്ട് ഇതിലെ പോയിന്റ്. അതായത് ഇവർ പോകുന്ന രാജ്യങ്ങൾ, ഇവർ ചൂണ്ടിക്കാണിക്കുന്ന രാജ്യങ്ങളിൽ എവിടെയും ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം നോക്കി ആ സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നില്ല. ആ സ്ത്രീ അങ്ങനത്തെ ഒരു വസ്ത്രം, ഇപ്പോൾ സ്കിൻ എക്സ്പോസ് ആയ ഒരു വസ്ത്രം ധരിച്ചതുകൊണ്ട് ആ സ്ത്രീയെ കയറി പിടിക്കുന്ന ആണുങ്ങളില്ല. ഇവിടുത്തെ ആണുങ്ങളെ മാത്രം നിങ്ങൾ എന്തിനാ ഈ പ്രശ്നക്കാരായിട്ട് കാണുന്നതും പറയുന്നതും ഇതുപോലൊരു ചർച്ചയിൽ വന്നിരുന്നിട്ട്? ഇപ്പം എന്താണ് നിങ്ങൾ ആണെന്ന് പറഞ്ഞാൽ, നിങ്ങളെ മലയാളികളായിട്ടുള്ള ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിചാരം എന്താ? ആരെങ്കിലും ഒന്ന് കാണുമ്പോഴത്തേക്ക് കയറി പിടിക്കാൻ നടക്കാമെന്നോ? അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മൂത്തിട്ടാണ് ഓടിപ്പോയിട്ടാണ് വല്ലതും ചെയ്യാൻ നിൽക്കാമെന്നോ? നിങ്ങൾക്കൊക്കെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ പ്രശ്നം എന്ന് പറഞ്ഞ് തീർത്താൽ പോരെ. ഇവർ ഈ പറയുമ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞത്. യൂറോപ്പിൽ പോയ സമയത്ത് ഞാൻ എവിടെയും കണ്ടില്ല അവിടെ ഒരു ഡ്രസ്സ് ഇട്ട് പോകണം അതാമേനെ വേറൊരു സായിപ്പ് ഇരുന്നിട്ട് കമൻറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കയറി പിടിക്കുന്നതോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നതോ ആയിട്ടൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഒരു മനുഷ്യന്മാരും അവിടെ. എന്താ എടുക്കുക അരിയെ പോവുക ആരുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കി വിടുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് സിസ്റ്റർ ഉണ്ടോ? എനിക്ക് പെങ്ങളുണ്ട്, ഉമ്മയുണ്ട് വീട്ടില്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, 2 മക്കൾ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സിസ്റ്ററോ ഇദ്ദേഹത്തിന്റെ ഭാര്യയോ എക്സ്പോസ് ചെയ്ത് നടക്കാൻ ഇദ്ദേഹം സമ്മതിക്കുവോ? ഞാൻ എന്തിനാ അറിയോ ഈ അമ്മച്ചീൻ്റെ ഈ സാധനം അവിടെ വെച്ചത്? ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിൻ്റെ കമൻറ്റ് ബോക്സിൽ വരാൻ പോണതായിരിക്കും നിൻ്റെ ഭാര്യയോ നിൻ്റെ പെങ്ങളോ ആരെങ്കിലും എക്സ്പോസ് ചെയ്ത് നടന്നാൽ നീ സമ്മതിക്കുമോ എന്നുള്ളത്. ഞാൻ സമ്മതിക്കും, എനിക്കൊരു കുഴപ്പമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. എക്സ്പോസ് ചെയ്ത് നടക്കാതിരിക്കുക, തോന്നി ചെയ്തു പോകട്ടെ. അവരുടെ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം. ഓക്കെ, അതിൽ കൈ കടത്തി അതെങ്ങനെ അതങ്ങനെ നോ. അവരുടെ സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യും. ഓക്കെ, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം. ഓരോ മനുഷ്യന്മാർക്കും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യേണ്ട കാര്യം അവിടെയാണ്. അവരുടെ പേഴ്സണലാണ് അതൊക്കെ. ഡ്രസ്സിങ് പേഴ്സണലാണ്, ഫുഡ് ഹാബിറ്റ്സ് പേഴ്സണലാണ്, അങ്ങനെ കുറേ സാധനങ്ങൾ പേഴ്സണലാണ്. അതിലേക്കൊന്നും ഇനിയുള്ള ജനറേഷൻ എന്താണെങ്കിലും കൈ കടത്താനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത്
നമ്മുടെ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ ഇത്രയും പറയണ്ടല്ലോ ഒരു ഭാരതത്തിൻ്റെ സംസ്കാരം എന്നൊക്കെ, ഈ രാജ്യത്തിനെ കീഴ്പ്പെടുത്തിപ്പോയ പല റീജിയനിലുള്ള പല രാജ്യങ്ങളിലുള്ള പല കൾച്ചേഴ്സും മിക്സഡ് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മിക്സ്ഡ് കൾച്ചറായിട്ടാണ് നിൽക്കുന്നത്. പണ്ടത്തെ ഇനി ദേവദാസി കാലഘട്ടത്തിലുള്ള ഇന്ത്യയുടെ കൾച്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള സംസ്കാരമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ നാണം കെട്ടുപോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പലത്തിലെ മറ്റേ ശിലകളുടെ അവസ്ഥയായിരിക്കും, ശില്പങ്ങളുടെ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് അതിലേക്കൊന്നും പോകാതിരിക്കുന്നതാണ് ഇങ്ങനത്തെ വസന്തങ്ങൾക്ക് നല്ലത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഏത് സിറ്റുവേഷനിൽ ഏത് ഡ്രസ് കോഡ് വേണം, ഒരു പുറത്തു പോകുന്ന സമയത്ത് ഞാൻ എന്ത് ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ലടേ, ഇപ്പോഴത്തെ ഒരു ജെൻസി കുട്ടികളൊന്നും ഒരു പെൺകുട്ടി ഒരു സ്ലീവ്ലെസ് ഉള്ള ഒരു ഡ്രസ്സും ഒരു ഷോർട്ട്സും ഇട്ട് പോയാൽ വേറെ കുറേ ജെൻസി ആണുങ്ങൾ തന്നിട്ട് അവളുടെ തുട കണ്ടോ, അവളുടെ കക്ഷം കണ്ടോ എന്നൊന്നും പറയില്ല. പക്ഷെ പറയും ഒരു 50 വയസ്സുള്ള കളവ അപ്പുറത്തിരുന്ന് ചാവൻ ചെയ്യട്ടെ വളിട്ടാ ചാവുന്ന ആറി അവിടെ ഇരുന്നിട്ട് ഓൻ വിളിച്ച് പറയുണ്ടാവും, എന്താ ഓള തൊട, എന്താ ഓള കക്ഷം എന്നൊക്കെ വിളിച്ച് പറയുണ്ടാവും. മനസ്സിലായി? ഇപ്പോഴത്തെ ജനറേഷൻ അല്ല പ്രശ്നം, വസന്തം ജനറേഷനാണ് വിഷയമുള്ളത്. ഓക്കെ, പിന്നെ ചില വസന്തങ്ങളുണ്ട് ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുന്നത്. ഏത് അപ്പനപ്പൂപ്പന്മാരിൽ നിന്ന് ഈ വസന്തം തോട്ട്സ് കിട്ടുന്ന ചില ജെൻസീസും ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വംശനാശം വന്നു പോണ സാധനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ക്ലോസറ്റിലെല്ലാം കഴുകി കഴിഞ്ഞാൽ 2 ബാക്ടീരിയ കിട്ടുന്ന ആളുമില്ല, അതുപോലത്തെ ഐറ്റങ്ങളാണ് ആ 2-3 എണ്ണങ്ങൾ. ഐറ്റങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അയാൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. ആ ഡ്രസ്സ് ചെയ്ത് അവർ നടക്കാതിരിക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ഗവൺമെൻറ് നിയമങ്ങളുണ്ട്, ഇന്ത്യ തന്നെ നിയമമുണ്ട്, ഫുൾ ന്യൂഡായിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ന്യൂഡായിട്ടോ നടക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ള കുറേ മാനദണ്ഡങ്ങളും കുറേ സ്ഥലങ്ങളും ഉണ്ട്. അപ്പം അത് ആ സ്ഥലങ്ങളിലും ആ വിഷയങ്ങളിലും അത് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇവിടെ നിയമമില്ല, ആർക്കും എന്തിട്ട് നടക്കാം, അങ്ങനത്തെ സ്കീം പരിപാടികൾ ഉണ്ടെന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് ഇപ്പോഴും അങ്ങനെ നടക്കാം. ഇവിടെ ഇവർ ഈ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഹെയ്റ്റ് കമൻറ്റ് കിട്ടുന്നില്ലേ, നിങ്ങളെ ഫോട്ടോ കൊണ്ടുപോയി മോർഫ് ചെയ്യുന്നില്ലേ, അത് നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ വീഡിയോ ഇട്ടത് കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇവർ സപ്രസ് ചെയ്യാൻ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ അടിച്ചമർത്തുക എന്നുള്ളൊരൊറ്റ ധാരണയെ ഇതിൽ പലർക്കും ഉള്ളൂ. ഓക്കെ, ഇത് ഇവർ ഈ ചിന്തിക്കുന്ന പോലെയല്ല. ഒരാൾക്ക് വേറൊരാളെ ഉപദ്രവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈ പർദ്ദ പോയാലും ചിലപ്പോൾ ഉപദ്രവിക്കും, സ്ലീവ്ലെസ് ഇട്ട് പോയാലും ഉപദ്രവിക്കും, ഒക്കെ ഉപദ്രവിക്കാനുള്ളവന് ഉപദ്രവിക്കും. ആ ഉപദ്രവിച്ചവന് പ്രോപ്പറായി ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് കൃത്യമായി ചെയ്യേണ്ടത്. അതിവിടെ നടക്കുന്നില്ല. അതിനെക്കുറിച്ചല്ല ചർച്ച. ഒരു ക്രിമിനലിന് കൃത്യമായി നിയമം അനുശാസിക്കുന്ന ആ ക്രിമിനലിന് കിട്ടേണ്ടതായിട്ടുള്ള ശിക്ഷകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ വരുന്നില്ല. ഇതുപോലെ സ്ത്രീകളുടെ വസ്ത്രധാരണം തീരുമാനിക്കുന്നത് ആര്? അത് ആണുങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിഷയം. അതിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് നടക്കുന്നത്. ഈ കടയിലൊക്കെ പിന്നെ എന്തിനാണ് ഈ സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടുത്തെ സിസ്റ്റത്തിനോ വല്ല പ്രശ്നമുണ്ട് പെണ്ണുങ്ങൾ ഡ്രസ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ കടയിൽ ഇത്രയും കണ്ട ഡ്രസ്സുകളും മോഡൽസും ഒക്കെ കൊടുന്ന് വെച്ച് വിൽക്കുവോടെയോടെ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക്. അപ്പം ഇതിനെല്ലാം ഇവിടെ എന്തുണ്ട്? ഈ രാജ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ഇല്ലാതാക്കുന്നത് ദയവേത് ഇതുപോലുള്ള വസന്തങ്ങളാണ്. അതിന് മൈൻഡ് ചെയ്യരുത്.